വള്ളിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. ഇപ്പൊ കണ്ടില്ലേ? നിന്റെ പഠിപ്പിക്കലും പഠിക്കലും കുറെ ഏറണുണ്ട്. അച്ഛന്റെ സ്ഥാനം കറുപ്പനില്ലല്ലോ. അതില്ലെങ്കിലും ഏനൊരു സ്ഥാനം തരുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. വേണ്ടാത്തതിലൊന്നും കറുപ്പൻ തലയിടണ്ട. വേണ്ടാത്തത് ചെയ്യുന്നത് കാണുമ്പോ ഏന് ചോദിക്കാൻ അധികാരമുണ്ട്. ഏൻ ചോദിക്കും. കറുപ്പ ഏൻ എന്തും ചെയ്യും. അത് ചോദിക്കാൻ കറുപ്പൻ അധികാരമില്ല. ഉണ്ടായാൽ എന്നും ഉണ്ടാകില്ല. വള്ളി, കറുപ്പൻ ഉശിരോടെ ഇരുന്ന നിനച്ചതൊക്കെ നടത്തും. നീ നിനക്കുന്നത് നടക്കാൻ പോണില്ല. അത് കാണാം. വള്ളി, ഈ കറുപ്പനാണ് ചൊല്ലുന്നത്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത വിദ്യകളാണ് പൗലോസ് വശത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നാ? എന്റെ സ്ഥാനം നിനക്ക് തരാൻ. അതിനൊക്കെ ഇടം വെച്ചത് എന്റെ മോൾ വള്ളിയ. എന്നോട് കാണിച്ച സ്നേഹത്തിന് എന്റെ ജീവിതം തന്നെ കടപ്പെട്ടിരിക്കുന്നു. അത് മറക്കണ്ട. എന്റെ മോൾ കൊതിച്ചതെന്തും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ എന്റെ മോളെ കെട്ടണം. അതാണ് എന്റെയും അവളുടെയും മോഹം. പൗലോസ് കുട്ടി, എന്റെ പൗലോസ് കുട്ടി വരുന്നു. എന്റെ പൗലോസ് കുട്ടി വരുന്നു. തോമാ, തോമാ, എന്റെ പൗലോസ് കുട്ടി വരുന്നു. അച്ചോ, അച്ചോ, എന്ത് പറ്റി അച്ചോ? പൗലോസ് കുട്ടി എവിടെയാണച്ചോ? നമ്മുടെ പൗലോസ് കുട്ടി എവിടെയാണച്ചോ? എന്താ തോമാ? പൗലോസ് കുട്ടി വന്നെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഈശോ മിശിഹായ തമ്പുരാനെ, കാരുണ്യമുള്ള കന്യാമറിയമേ, എനിക്കെന്റെ മോനെ കാണാനൊക്കില്ലേ? കർത്താവേ, എന്തേ ഒരു വല്ലായ്മ? എന്തേ മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാണ്? എനിക്ക് അഭിപ്രായമുണ്ട്. എല്ലാം തീരുമാനിച്ചില്ലേ? അച്ഛന്റെ തീരുമാനം ഇഷ്ടായില്ലേ? ഞാൻ ആരുമില്ലാത്തവനാണ് വള്ളി. ഏനില്ലേ? എല്ലാം കിട്ടാൻ പോണ നേരത്ത് ഏനിഷ്ടായില്ലേ? ഇവിടെ ഒരു ദുഃഖം ഉണ്ടാവില്ല. അച്ഛന്റെ സ്ഥാനം കിട്ടിയ എല്ലാരും അവിടുത്തെ അടിമകളാണ്. ഏനും സ്ഥാനമാനങ്ങളൊന്നും എനിക്ക് ആഗ്രഹമില്ല വള്ളി. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതിനെന്താ? എന്റെ നാട് വിട്ടിട്ട് എത്രയോ നാളായി. ചത്തു ജീവിച്ച പഴയതെല്ലാം ഓർമ്മ വരുമോ? ഞാൻ മരിച്ചില്ലല്ലോ. അവര് കൊന്നിരുന്നെങ്കിലോ? അത് ഇതിലും ഭേദമായിരുന്നു. നോക്ക്, അച്ഛനോട് വാക്ക് പറഞ്ഞത് മറന്നോ? ഇനിയും തിരിച്ചു പോണോ? വള്ളി കരയുന്നു. ഞാൻ വാക്ക് തെറ്റിക്കില്ല. പക്ഷേ എന്റെ വേദന നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ അച്ഛനെ കാണാതെ ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ വള്ളിക്ക് എന്ത് തോന്നുമായിരുന്നു? വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല വള്ളി. എനിക്ക് സ്നേഹിക്കാൻ നാട്ടിൽ ഒരാളേ ഉള്ളൂ. ഒരു വലിയ മനുഷ്യൻ. എന്നെ മകനെപ്പോലെ വളർത്തി. എന്നെ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. ആരുമില്ലാത്ത എനിക്ക് ജീവിതം തന്ന ആ മനുഷ്യനെ ഓർത്താണ് എന്റെ ദുഃഖം മുഴുവൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവിതം തന്നയാളോടോ മരണത്തിൽ നിന്നും രക്ഷിച്ചയാളോടോ കൂടുതൽ ഇഷ്ടം? ജീവിതം കിട്ടിയതിന് ശേഷമല്ലേ മറ്റെല്ലാം ഉണ്ടാകുന്നുള്ളൂ. എന്നെ വഴിയരികിൽ വീണ് മരിക്കാനിടയാകാതെ കാത്ത് ആ വലിയ മനുഷ്യനോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. എന്നുവെച്ച് വള്ളിയോട് എനിക്ക് കടപ്പാടില്ലെന്നില്ല. എന്നെ കാണാതെ നിത്യവും നെടുവീർപ്പും കണ്ണുനീരുമായി കഴിയുന്ന വയസ്സായ എന്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിലൊരു മുള്ളായി വേദനിപ്പിക്കുന്നിടത്തോളം കാലം
എനിക്ക് ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ സാധ്യമല്ല വള്ളി. എന്നെ തനിച്ചാക്കിയിട്ട് പോകാനാ? ഇല്ല വള്ളി, വള്ളിയെയും അച്ഛനെയും വഞ്ചിച്ചിട്ട് ഞാൻ പോവുകയില്ല. എനിക്കായി ഒരു ദുഃഖവും പേറണ്ട. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. പോണം, എടുത്തു വളർത്തിയ ആ മനുഷ്യനെ കാണണം. എന്റെ അനുവാദത്തോടെയല്ലേ പോണത്? വള്ളി, മന്ത്രവിദ്യ കൊണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് കടന്നു കളയാമായിരുന്നിട്ടും അങ്ങത് ചെയ്തില്ല. പൊയ്ക്കൊള്ളൂ. ഇവിടുന്ന് പോയാൽ എല്ലാവരും പല്ലെറിഞ്ഞ് തിരക്കോടും. പോയല്ലോ എന്നോർത്ത് കരയാൻ ഞാൻ മാത്രമേ കാണൂ. ഞാൻ വേണ്ടി ഞാൻ തളച്ചിടില്ല. എല്ലാ വേദനകളും ഞാൻ സഹിച്ചോളാം. ഞാനോ? ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീയാണ് തടസ്സം. നിന്റെ പ്രാണൻ എടുത്തിട്ടേ ഞാൻ ഇറങ്ങും. അല്ല പൗലോസല്ല, കറുപ്പ, നീ ആയുധമില്ലാത്ത ഒരുത്തനെ ചതിച്ചു കൊല്ലാൻ നോക്കി. വഞ്ചന പാടില്ലെന്ന ഇവിടെ ആദ്യം സത്യം ചെയ്യുന്നു. നീ അത് മറന്നു. അതിനുള്ള ദണ്ഡന കൊലയാ. നിന്റെ ശൂലം കൊണ്ട് തന്നെ നീ ചാകണം. മാപ്പ്. ഇക്കുറി അടിയനോട് പൊറുക്കണം. ഇതിന് വിട്ടുവീഴ്ചയില്ല. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യൂല. പൗലോസ്, കറുപ്പനെ സൂക്ഷിക്കുക. എന്റെ സ്ഥാനവും മകളെയും കിട്ടാത്ത പകയാണവനെ. ഏതായാലും കൊല്ലാൻ പാടില്ല. ഏനുവിനെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്തു പോകാൻ. എന്താ ഇത്? ഇതൊടുത്ത് വേഗം ഒരുങ്ങിക്കോ. ഗുഹാമുഖത്തെ കാവൽക്കാരെ ഞാൻ മയക്കിക്കിടത്തിക്കോളാം. 3:45 നാഴികയ്ക്ക് മുൻപ് അവിടെ എത്തണം. ഇല്ലെങ്കിൽ ഇവിടെ തിരക്കും. പോകാനും പോകാതിരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഞാനിപ്പോ. നിങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞ് ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട. അങ്ങ് പോയേ മതിയാവും. വേഗം പോയി അങ്ങയുടെ അച്ഛനെ കാണണം. ഈ ഗ്രന്ഥം എന്നും കയ്യിൽ സൂക്ഷിക്കണം. എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് മതി. ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ ഇടയാകരുത്.
വള്ളിയെ ഞാനെന്നും നന്ദിയോടെ ഓർക്കും.